കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തബ കൂടി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഏറ്റവും പ്രധാന സംഭവ വികാസങ്ങൾ നടക്കാൻ പോകുന്നത് ഹൈക്കോടതിയിലാണ്. കാരണം സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർ നൽകിയ ഹർജിയാണിന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. അതേസമയം സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കി ജോലിയിൽ തിരികെ പ്രവേശിച്ച സാഹചര്യത്തിൽ ഈ ഒരു ഹർജി പിൻവലിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മുജ്തബ, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ഹൈക്കോടതിയിൽ നിന്ന് എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ്. കാരണം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിക്ക് നിയമസാധുതയില്ല എന്ന് വിസിയും രജിസ്ട്രാറുടെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണെന്ന് സിൻഡിക്കേറ്റും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായി എന്താണ് ഇതിന്റെ നിയമസാധുത എന്ന് പരിശോധിക്കുകയാകും ആദ്യഘട്ടത്തിൽ ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു ഹർജി രജിസ്ട്രാർ പിൻവലിക്കുകയാണെങ്കിൽ പിന്നീട് അതിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും മുജ്തബ? ഇന്നിപ്പോൾ ജസ്റ്റിസ് DK സിംഗിൻ്റെ ബെഞ്ചിലാണ് ഈ ഹർജി വരുന്നത്. കഴിഞ്ഞ തവണ ജസ്റ്റിസ് N നഗരേഷ് ആയിരുന്നു ഈ വിഷയം പരിഗണിച്ചത്. അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അന്ന് DK സിംഗ് തന്നെ ആയിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. പക്ഷേ പ്രോസസ്സർ പ്രകാരം DK സിംഗ് പരിഗണിക്കേണ്ടിയിരുന്ന വിഷയമാണെങ്കിൽ പോലും അന്ന് അവർ ആ ഹർജി വെള്ളിയാഴ്ചയാണ് കൊടുക്കുന്നത്. വെള്ളിയും തിങ്കളും ടുഡേ മൂവ് ഹർജികൾ ഉണ്ടാകാറുണ്ട്. സ്പെഷ്യൽ മെൻഷനായി കോടതിയുടെ പരിഗണനയിൽ വരാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് അത് രജിസ്ട്രി മറ്റൊരു ബെഞ്ചിലേക്ക് പോകുന്നത്. അങ്ങനെ ജസ്റ്റിസ് N നഗരേഷാണ് ആ വിഷയം പരിഗണിച്ചത്. അന്ന് നടത്തിയ നിരീക്ഷണങ്ങൾക്കൊപ്പം കോടതി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന്, പോലീസ് അന്ന് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഈ ഹർജിക്കാരൻ്റെ വാദം പരിശോധിച്ച് അന്നത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വെക്കണം. ഒപ്പം തന്നെ കേരള സർവകലാശാല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു. അവർ കൃത്യമായി തന്നെ കോടതി പറഞ്ഞത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റായി അത് കൃത്യമായി തന്നെ വളരെ സ്പഷ്ടതയോടുകൂടി കോടതിക്ക് മുമ്പിൽ ആ റിപ്പോർട്ട് വെക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തൊരു ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ഹർജിക്കാരൻ എന്താണോ ഉന്നയിക്കുന്നത് ആ വിഷയം തന്നെയാണ് യൂണിവേഴ്സിറ്റി വെക്കുക. പക്ഷേ പരാതിയിൽ റെസ്പോണ്ടൻ്റായി വെച്ചിരിക്കുന്നത് കേരള സർവകലാശാല വൈസ് ചാൻസലറെയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു വിഷയം വരുന്നൊരു സാഹചര്യത്തിൽ വൈസ് ചാൻസലർക്ക് സ്വന്തം നിലപാട് പറയാൻ പ്രത്യേകമായി വേറെ അഭിഭാഷകനെ തന്നെ വെക്കും. സിസ തോമസ് ഇന്നലെ ആ കാര്യം വ്യക്തമാക്കിയതുമാണ്. സ്വാഭാവികമായും ഹർജി പിൻവലിക്കുമെന്ന് ഇന്നലെ തന്നെ ഈ വിഷയം സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി ഉള്ള ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പരാതിയുടെ ആവശ്യമില്ല. കാര്യം ഈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ VCക്ക് അധികാരമില്ല എന്നുള്ളതാണ്. സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടിക്രമങ്ങളെ, പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ സസ്പെൻഷനോ ടെർമിനേഷൻ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ VCക്ക് അതിന് അധികാരമില്ല. ഇനി അങ്ങനെ VC വളരെ പെട്ടെന്ന് ഒരു അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ തന്നെ അത് സിൻഡിക്കേറ്റ് യോഗത്തെ അറിയിക്കണം. അതാണ് ഇന്നിപ്പോൾ ഹർജി പിൻവലിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. സിൻഡിക്കേറ്റിന് മുമ്പിൽ ഈ വിഷയം വെച്ചു. സിൻഡിക്കേറ്റ് അത് തള്ളുകയും പകരം പുനർനിയമിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇനി ഹർജിയുമായി പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് കോടതി അറിയിക്കുന്ന കാര്യം. പക്ഷേ അപ്പോഴും ചില നിയമപ്രശ്നങ്ങളുണ്ട്. അതായത് കോടതി വിശദീകരണം ചോദിക്കുകയും അവരുടെ നിലപാടുകൾ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ VC പ്രത്യേകമായി തന്നെ ഒരു അഭിഭാഷകനെ വെക്കുമെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ വിഷയം അവർ പരാതി പിൻവലിച്ചതുകൊണ്ട് മാത്രം കോടതിയിൽ അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം VCക്ക് വേണമെങ്കിൽ രണ്ടാമത്, ഇപ്പോൾ ഈ പരാതി ഇവർ പിൻവലിക്കുകയാണെങ്കിലും വേണമെങ്കിൽ രണ്ടാമതൊരു പരാതി ഫയൽ ചെയ്ത് നേരത്തെ തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ടും മറ്റു ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ അങ്ങനെ കേരള സർവകലാശാലയും സിൻഡിക്കേറ്റും ഒക്കെ നൽകിയ പരാതി നേരത്തെ ഹൈക്കോടതി ഈ രൂപത്തിൽ തീർപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ VCയും ചാൻസലറും ഒക്കെ നിയമപോരുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യങ്ങളുണ്ട്. അത് ടെമ്പററി VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അത്തരം നടപടികളുണ്ട്. നിയമ പോരാട്ടം എന്തായാലും വേണമെങ്കിൽ VCക്ക് തുടരാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സനൂപ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് രണ്ടാമതൊരു പെറ്റീഷൻ വേണമെങ്കിൽ കൊടുക്കാം. പ്രത്യേകിച്ച് സിസ തോമസ് റദ്ദാക്കി അല്ലെങ്കിൽ നേരത്തെയുള്ള മോഹൻ കുന്നുമ്മൽ ചെയ്ത ഒരു നടപടിയെ അത് റദ്ദ് ചെയ്യാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ല എന്ന് വേണമെങ്കിൽ കോടതിയിൽ പറയാം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, അവർ റദ്ദ് ചെയ്ത ഒരു യോഗത്തെ അല്ലെങ്കിൽ അവർ അവസാനിപ്പിച്ച ഒരു യോഗത്തെ വീണ്ടും അത് തുടരുകയും മറ്റ് നടപടികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത സാഹചര്യം ചൂണ്ടിക്കാണിച്ച് വൈസ് ചാൻസലറുടെ അധികാരത്തെ സിൻഡിക്കേറ്റ് മറികടന്നു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ ഉന്നയിക്കാം. അത് ഉണ്ടാകുമോ എന്നാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി കോടതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ട വിഷയം.